വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ ഇനി ഡിജിറ്റൽ കൺസെഷൻ കാർഡ്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും വഴി ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സർക്കാർ എയ്ഡഡ്, സ്വയംഭരണ, സ്വകാര്യ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. നിലവിൽ പേപ്പർ കൺസെഷൻ കാർഡാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഡിജിറ്റൽ കാർഡിനായി ആദ്യം അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അതിനായി ഓരോ സ്കൂളിനും യൂസർ നെയിമും പാസ്വേഡും നൽകും. തുടർന്ന് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസിൽ വലുപ്പമുള്ള ഫോട്ടോയും മറ്റ് വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥിയുടെ അപേക്ഷ ആദ്യം സ്ഥാപന മേധാവിക്കാണ് ലഭിക്കുക. സ്ഥാപന മേധാവി അംഗീകരിച്ച ശേഷം RTO കീ ഫോർവേഡ് ചെയ്യും. RTO തലത്തിൽ കൂടുതൽ പരിശോധിച്ച് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യമായാൽ കൺസെഷൻ കാർഡ് അനുവദിക്കും. വിദ്യാർത്ഥികൾ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്യണം. യാത്രാവേളയിൽ ഇത് ബസ് കണ്ടക്ടറെ കാണിക്കാം. പ്രിന്റ് ഔട്ട് എടുത്ത് യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞതാണോ എന്നെല്ലാം അറിയാൻ കഴിയും. വിദ്യാർത്ഥിയുടെ പേര്, പഠിക്കുന്ന സ്ഥാപനം, വിലാസം, കോഴ്സ്, കാർഡിന്റെ കാലാവധി, RTO ഓഫീസ് പരിധി തുടങ്ങിയ വിവരങ്ങൾ കാർഡിലൂടെ ലഭ്യമാകും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരുന്നവരെ നിലവിലെ രീതി തന്നെ പേപ്പർ കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് KSRTCയിൽ നേരത്തെ സ്മാർട്ട് കൺസെഷൻ കാർഡ് വിതരണം ചെയ്തിരുന്നു. ഇതിലൂടെ ബസ് ടിക്കറ്റിംഗ് മെഷീനിൽ നിന്ന് ടാപ്പ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം. ഒരു മാസം 25 ദിവസത്തെ യാത്രയാണ് കാർഡിൽ അനുവദിച്ചിട്ടുള്ളത്.